ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോന്റെ പകുതി വെച്ചിട്ട് നമ്മള് പോകുന്ന സ്ഥലം ഞങ്ങൾ പറയും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇനി നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഓവർ ആവും കേൾക്കുന്നുണ്ടാകാം. കാരണം ഈ നമ്മളുടെ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ സാധാരണ പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കൂല. അപ്പം അതുകൊണ്ട് ഞങ്ങളിത് വീഡിയോ മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ അല്ലാത്തതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കാറിനുള്ള വീഡിയോസൊക്കെ കാറിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കാറിന് എടുക്കുന്ന വീഡിയോസിനൊക്കെ ഞാൻ വോയിസ് ഓവർ ആകും എടുക്കുന്നുണ്ടാകുക. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുന്ന ആ ഒരു വീഡിയോ ഇടാനാണ് ഈ ഒരു ഇതിൽ നിന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടില്ല, പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പറ്റുന്ന അത്രയും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫറോക്കുന്നാണ് വരുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള ആ ഒരു വീഡിയോ ആണ് ഇത്. ഗൈസ്, ഇത് ഞങ്ങൾ പോകുമ്പോഴുള്ള ആ ഒരു വഴികളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഗൈസ്, ഇത് ചൈനി പപ്പൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഞങ്ങളെ ഡ്രൈവർ മാമൻ. ഗൈസ്, മാധവ് മാമൻ പപ്പൻ്റെ ഫ്രണ്ടാ കേട്ടോ. ഇഷ്ടമാണ് ഉണ്ണിച്ചേച്ചും വല്യമ്മ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് എൻ്റെ പപ്പ, അമ്മയും ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പോകുമ്പോഴുള്ള ഒരു വഴിയാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾക്ക് വിശന്നപ്പം ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ കരുതായിരുന്നു. അമ്മയ്ക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ എനിക്ക് ഓംലെറ്റും, അമ്മയ്ക്കും എന്തായിരുന്നു അമ്മ? ഗ്രീൻ പീസും ആയിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചർച്ച പോലെ എന്തോ ഒരു യേശുവിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി നോക്കിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ എവിടെ നിർത്തിയില്ല, നേരെ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. നിങ്ങൾ ആ വലിയ യേശുവിൻ്റെ സ്റ്റാച്ചു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനത്തെ ടൂറൊക്കെ വരുമല്ലോ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിലേക്കൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിലൊന്ന് കയറി നോക്കുക, നല്ല ഭംഗിയുണ്ടാകും. എനിക്കിതിഷ്ടമായി, നിങ്ങൾക്കിഷ്ടമായോ? ഗൈസ്, ഞങ്ങൾ വയനാട് ചുരം കയറാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കാഴ്ചകളെല്ലാം അധികം കാഴ്ചകളൊന്നുമില്ല, പക്ഷെ രാത്രി നമ്മൾ വരുന്ന ആ വഴികളൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് കാണുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ടാകും.
ഇയാളാണ് ചുരം. ഞങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ സുൽത്താൻ ബത്തേരി റൂമിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഇന്ന് ഫുള്ള് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ആ ഷെൽഫിലേക്ക് എടുത്ത് വെക്കണം. അങ്ങനത്തെ കുറേ പണികളുണ്ട്. ഈ 3 ബെഡും കൂടി ഇപ്പോൾ ഒന്ന് അടുപ്പിച്ചിടാനാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ച് കിടക്കാതെ വിചാരിച്ചിട്ട്. ഇനി ഇവിടെ കുറേ നേരമായി ഓടി കളിക്കുന്നുണ്ട്. ഗൈസ്, ഇതല്ല നമ്മളുടെ ടൂർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നിട്ട് നാളെയാണ് നമ്മൾ ശരിക്കുള്ള ടൂറിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെയാണ് നമ്മളുടെ പ്ലേസ് ശരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം ഇതാണ് ഞങ്ങൾ ഇപ്പോഴൊന്നും ഞങ്ങളുടെ പ്ലേസ് പറയുന്നില്ല, വഴിയേ ഞങ്ങൾ പറയുന്നതാണ് ഗൈസ്. അപ്പം ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം ഗൈസ്. അപ്പം ഇനി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ബാഗൊക്കെ ഈ ഷെൽഫിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെരുപ്പ് മാത്രമാണ് ഇപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. വാട്ടർ ബോട്ടിൽ മുകളിലുണ്ട്. കുറേ വാട്ടർ ബോട്ടിലുണ്ട്, പക്ഷെ ഞങ്ങളത് വെക്കാത്തതാണ്. ഇത് ഞങ്ങൾ ട്രാവലിങ്ങിന് ഞാൻ കൊണ്ടുവന്നതാണ്. ഇതൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ഇത് മറ്റേ ടിഷ്യൂവും പേപ്പർ സോപ്പും അങ്ങനത്തെ കാര്യം. ഞാൻ എൻ്റെ ഈ കുഞ്ഞി പൗച്ചിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് കാണിച്ചു തരാം. കുറേ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ടാൽ വലുതാവുന്ന മറ്റേ ടൈപ്പ് ആ ടിഷ്യൂ ആണ്. ഇതിൽ വേറെ ഒന്നുമില്ലാതെ 2 സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ പെട്ടിയിൽ കുറച്ച് പേപ്പർ സോപ്പ് ഇട്ട് വെച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെ പെട്ടി ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചതാണ്. പിന്നെ ബാക്കി ഇതെല്ലാം ടിഷ്യൂ ആണ്. ഇതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഈ ടിഷ്യൂ 2-3 കൂടി ഉണ്ട്. ഈ ടിഷ്യൂ നമുക്ക് കുറേ വേണ്ടതുകൊണ്ട് ഞാൻ വെള്ളം നനച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുറേ ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പൊട്ടിച്ചിട്ടതാണ്. ഇത്രേ ഉള്ളൂ നമ്മളുടെ റൂം. നല്ല സ്പെഷ്യലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ സൈഡിലൊക്കെ നമ്മളുടെ ബെഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഒരു ചെറിയ ടേബിളും പിന്നെ ചെയറും ഉണ്ട്. നമുക്ക് എന്തിനൊക്കെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആവുന്നു. ഫുഡ് കഴിക്കാൻ വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്ലേസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ നാളെ പറയുന്നതാകും. ഇനി വൈകാതെ തന്നെ അടുത്ത വീഡിയോസ് വരുന്നതാകും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.